हुआ सुभान अल्लाह, जो हो रहा है पहली दफा है वल्लाह, ऐसा हुआ. ചാരുവും മൃദുവും കസേര പോലും കിട്ടാതെ പുറകിലിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ സുരേഷ് ബാബു. നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ഒരു സദസ്സ്, ഒരു വേദി നമുക്കൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് നമ്മളൊക്കെ മിങ്കിൾ ചെയ്ത് ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകി നല്ലൊരു അറ്റ്മോസ്ഫിയർ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, അതായത് ഹൽദി ആൻഡ് സംഗീതം എന്നുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈഖരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതായത് ഈ കല്യാണത്തിന്റെ നിശ്ചയം നമ്മൾ വളരെ മനോഹരമായിട്ട് നടത്തിയിരുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പൊ അതില് വൈഖരി എന്ന് പറയുന്നത് ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, അതായത് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഛായാമുഖി എന്നാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ശ്രീധരേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഛായാമുഖി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സ്നേഹത്തിന് വരെയായി മാറുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് കുടുംബങ്ങൾ നമുക്കറിയാം, ഒന്ന് ചിദാനന്ദം, ഒന്ന് കൗസ്തുഭം. അപ്പൊ ഈ കൗസ്തുഭവും ചിദാനന്ദവും കൂടി യോജിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഛായാമുഖി ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പൊ ഈ ഛായാമുഖി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പല ആൾക്കാർക്കും തോന്നാം. ഛായാമുഖി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു കണ്ണാടിയാണ്. ഭീമസേനന്റെ ഭാര്യ അദ്ദേഹത്തിന് സമ്മാനിച്ച ദൈവികമായ വളരെ മനോഹരമായ ഒരു കണ്ണാടിയാണ് ഛായാമുഖി. ഇപ്പൊ ഛായാമുഖിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാം. ഛായാമുഖി എന്ന് പറയുന്നതിന് ആ കണ്ണാടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയെ നമുക്കതിൽ പ്രതിഫലനമായിട്ട് കാണാൻ സാധിക്കും എന്നതാണ്. ഭീമസേന ഒരു കണ്ണാടി കിട്ടി. ആ സമയത്ത് കുറച്ച് നാളൊക്കെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു പാരയായി മാറിയോ എന്നൊരു സംശയം. അപ്പൊ എന്തായാലും ഈ ഛായാമുഖി എന്നുള്ള ഒരു പ്രോഗ്രാം, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ഛായാമുഖി എന്ന പേര് കിട്ടിയത് വളരെ അലങ്കാരം ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഈ ഹൽദി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയാം. ഹൽദി ഒരു സാംസ്കാരികവും ആത്മീയവുമായിട്ടുള്ള ചടങ്ങായാണ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നത്. വിവാഹപൂർവമായ ചടങ്ങായതിനാൽ തന്നെ നിർദ്ദിഷ്ട വധൂവരന്മാർക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആരോഗ്യകരമായ ഈ ചടങ്ങിൽ മഞ്ഞൾ ചന്ദന മിശ്രിതം വധൂവരന്മാരുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും പ്രയോഗിക്കപ്പെടുന്നത് മനസ്സും ശരീരവും ശുദ്ധിയാക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ very good evening to all. Finally, it's Haldi time, one of the most colorful and vibrant rituals of our Indian culture. Hope you are all ready and enthusiastic about this formal function to begin now. It's basically a gathering or a union of the bride and groom prior to the wedding ceremony, celebrated with full of joy and happiness and joy. For performing this ritual, let's first welcome our dearest and most beautiful bride, Ritika Divagar, to the stage, and the most handsome groom, Charu Sridharan, to the stage. Let's put our hands together for them. You are not really aware of it. I will describe it in a very, very simple way. Okay. Haldi ceremony has a different meaning or significance in different cultures in India. It's a holy ritual performed days before marriage. The bride and groom should take a holy bath in turmeric in order to get purified and also to get rid of all the evil spirits before they start a new life together. So when the family members, relatives and family friends apply the holy mixture of turmeric and chandan on bride and groom, they are in fact blessing them or wishing them the best for the new life and letting them know that we are with them always. The mixture of haldi will purify their hearts, mind and soul. Let's all get into the haldi ceremony. Thank you very much. So we will begin the program. So we shall start with the Devi Vantanam by Tanvi.